പുറത്തൊക്കെ എന്ത് ചൂടാണ് പുല്ലേ. ഇതാരടാ ഇരിക്കുന്ന ബലിക്കൊക്കെ മനുഷ്യനായിട്ട് വന്നിരിക്കുന്ന ഇവനൊക്കെ ആരടാ? ശമ്പളം കിട്ടിയ പൈസക്ക് ആദ്യം ലോട്ടറി നടക്കാം. ഇവൻ വല്ല പവർ റേഞ്ചർ SPD വല്ലതും ആണോ? ഇവ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. അത് കൊള്ളാം, ആ ബസ് സ്റ്റാൻഡിൽ തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്കുള്ള സ്കെച്ചിങ് ആണ്. ഞാൻ ATM കയറുന്ന കണ്ട്. അങ്ങനെ എന്റെ പൈസ തൂക്കാനുള്ള പരിപാടിയാ. എന്തായാലും ബുദ്ധിയുള്ളവനാ. കമ്പിന്റെ പിറകെ ഒന്ന് ഒളിച്ചിരിക്കുന്നു. ഇനി അതിരുന്ന് ഉറങ്ങുന്നതാണോ എന്തോ. എന്തായാലും കൊള്ളാം. ഇവനെയൊക്കെ കൈ കിട്ടണ പിടിച്ചിട്ട് പൊട്ടിക്കണം. താരി നിൽക്കുന്ന സ്കൂൾ അസംബ്ലിയിൽ ഒറ്റയ്ക്ക് ഇവന്റെ അടുത്ത് പോയി കാര്യം എന്തെന്ന് നോക്കിയ. കള്ളനാണല്ലേ മോനെ? പേടിക്കണ്ട മോനെ, കണ്ണാടി നൂരി നോക്കട്ടെ. മോൻ കള്ളനാണോ? അല്ലേട്ടാ. പിന്നെ എന്റെ പിറകിടക്ക് എന്താ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ വാഗ്ദാനം നിന്ന് പറ്റിച്ചോ? എവിടെ പോയാലും മക്കളുണ്ടല്ലോ. അതായത് ഇത്രയുള്ള തൂണിന്റെ പിറകെ പോയിരുന്ന ഞാൻ കാണില്ലേ? എല്ലാരും ബസ് കയറാൻ വേണ്ടി നേരെ നിന്നപ്പോ നീ തിരിഞ്ഞിരിക്കുന്നു. അപ്പഴേ ഞാൻ ശ്രദ്ധിക്കില്ലടാ കുട്ടാ. എന്താടാ മോനെ, വിവരമൊന്നും ഇല്ലേ? ബുദ്ധി ഇല്ലേ? സ്കൂളിൽ പോയിട്ടില്ലേ? പൊട്ടനാണോ? സ്കെച്ച് ചെയ്യേണ്ട രീതി ഒന്നും മാറിപ്പോയി. അല്ലെ ഞാൻ സൂപ്പറായിട്ട് മോട്ടിച്ചെടുത്തേനെ. നീ വെറുതെ മുണ്ടില്ലാതെ റോഡിൽ നിന്നാലും ഞാൻ ശ്രദ്ധിക്കൂലായിരുന്നു. നീ മുഖത്ത് ഇത്രയും മാറ്റം വരുത്തിയെന്ന് ആരെയും ശ്രദ്ധിക്കൂലടാ. പവർ റേഞ്ചർ വേണമേ. ബ്രോ, കോസ്റ്റ്യൂമിലൊരു ചെറിയ മിസ്റ്റേക്ക്. 50 രൂപ വെച്ചേക്ക്. കണ്ണാടി വന്നിട്ട് പോട്ടാ. ഏത് കയ്യിരിക്കുന്ന മാസ് സീനായിരുന്നു. പോയത് നമുക്ക് നിന്നെ ഇപ്പൊ തിരിച്ചടിയിപ്പോ തരും. 50 രൂപയും എടുക്കും. 20 രൂപ വെച്ചോ. ഇപ്പൊ ഞാൻ മാസായ